എന്റെ അച്ഛനെ മൂന്നാമതും കാത്തോളണേ, അച്ഛനെ ജയിപ്പിക്കണേ ഗുരുവായൂരപ്പ. പാവ ഒരു മകൻ സ്വൈരമായി പ്രാർത്ഥിക്കാൻ ഗുരുവായൂരെത്തി. ഗുരുവായൂരപ്പന്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ നാട്ടുകാരും മാധ്യമ പ്രവർത്തകരും സമ്മതിച്ചില്ല. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ, അദ്ദേഹത്തോടൊപ്പം ദേവസ്വം അധികാരികളും ഉണ്ടായിരുന്നു. കുടുംബസമേതമാണ് തിങ്കളാഴ്ച വൈകിട്ട് ദർശനം നടത്തിയത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ദർശനവേളയിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകരോടും ജനം TV റിപ്പോർട്ടറോടും ദേവസ്വം ജീവനക്കാർ ദൃശ്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കൾ. ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ വിപ്ലവം പ്രസംഗിച്ച് നടക്കുന്ന സഖാക്കന്മാരുടെ വാർദ്ധക്യത്തിലെ മാറ്റങ്ങളെ കുറിച്ചാണ്. അതൊരു ചെറിയ മാറ്റമല്ല, വളരെ വലിയൊരു മാറ്റം തന്നെയാണ്. ദൈവമില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സഖാക്കന്മാർ കാണിച്ചു കൂട്ടുന്ന വിപ്ലവ ചിന്താഗതികൾക്ക് എല്ലാ കാലത്തും ഒരേ രീതി തന്നെയാണ്. ഒരു കാര്യം ഓർമ്മ വരുന്നത്, ശബരിമലയെ തച്ചുടയ്ക്കാൻ പലരും യൗവനത്തിൽ നടന്നു. ഗണപതിയെ കല്ലെറി, ശ്രീനാരായണ ഗുരുവിനെ പരിഹസിക്കും, ക്ഷേത്രത്തിൽ പച്ചനിറം പൂശും, ചെങ്കൊടി ഉയർത്തും, കാവിക്കൊടി അഴിക്കും എന്ന് വേണ്ട സനാതന ധർമ്മത്തെ തള്ളിപ്പറയുന്ന ഇവർക്കെല്ലാവർക്കും വാർദ്ധക്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഗുരുവായൂർ ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തിലെ ഉപദേവത ഭഗവതിക്ക് ശത്രുസംഹാര പൂജയും ശത്രുദോഷത്തിന് നാളികേരം മുട്ടറക്കലും ഒക്കെ മകൻ അരുൺകുമാർ അച്ഛനു വേണ്ടി മുൻകാലങ്ങളിൽ നമുക്കറിയാം VS അച്യുതാനന്ദന് വേണ്ടി ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഗൗരിയമ്മ, തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവിന് അവസാന കാലത്ത് സംഭവിച്ചത് എന്താണ്? വിപ്ലവം പ്രസംഗിച്ച KR ഗൗരി ജീവിതത്തിലെ വിപ്ലവം അവസാനിപ്പിച്ചപ്പോൾ ദൈവം വിശ്വാസിയായി നിരീശ്വരവാദം വലിച്ചെറിഞ്ഞൊടുവിൽ ഗൗരിയമ്മയുടെ പാദപൂജ വരെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. മറ്റൊന്ന്, സഖാവ് നായനാർ വാർദ്ധക്യത്തിൽ മാർപ്പാപ്പയെ കണ്ടതും അദ്ദേഹം നൽകിയ കൊന്ത വാങ്ങിയതും കൊന്തയുടെ ശക്തിയെക്കുറിച്ച് ശാരദ ടീച്ചർ പറഞ്ഞതും ഒക്കെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ വളരെ വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ശബരിമല വിവാദം കത്തുമ്പോൾ വലിയ ഹോമം രഹസ്യമായി നടത്തിയതുമൊക്കെ പരസ്യമായ രഹസ്യങ്ങളാണ്. ഇങ്ങനെ പലരും ഭക്തിയുടെ പാതയിലേക്ക് വരും. എന്തായാലും പിണറായി വിജയൻ വന്നില്ല എന്ന ന്യായീകരണങ്ങൾ വരും. പിണറായി വിജയന്റെ മകന്, അദ്ദേഹത്തിന് ഇപ്പോ നിരീശ്വരവാദമാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മകൻ എന്തുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിക്കൂടാ എന്ന ചോദ്യം, അത് നമുക്ക് തള്ളിക്കളയാനാകില്ല. അവസാന കാലത്ത് നെറ്റി ചന്ദനം ചാർത്തിയവരെ നമുക്കറിയാം. അതുപോലെ അവസാന കാലത്ത് ഗൗരിയമ്മയും ഗുരുവായൂർ വന്നിട്ടുണ്ട്. കോടിയേരിയുടെ വീട്ടിലെ ഹോമം, കാടാമ്പുഴ പൂമുടൽ, ഇതൊക്കെ നമുക്കിവിടെ ഓർമ്മിക്കേണ്ടി തന്നെ വരും. ഹിന്ദുക്കൾക്ക് ഗോമാതാവാണെങ്കിൽ കാള അച്ഛനായിരിക്കും എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. എന്തായാലും മാറ്റങ്ങൾ വരട്ടെ. മാറ്റങ്ങൾ അതിപ്പോ ആര് കൊണ്ടുവന്നാലും, സനാതന സംസ്കാരം എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ളതല്ല. ആർക്കും ഏത് സമയത്ത് വേണമെങ്കിലും സനാതന സംസ്കാരത്തിലേക്ക് വരാം, അല്ലെങ്കിൽ മറിച്ചുമൊക്കെ ചിന്തിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ അവകാശങ്ങൾ തന്നെയാണ്. പക്ഷെ എന്തിനാണ് ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. എനിക്കൊരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അങ്ങനെയാണ് എന്ന് വെച്ച് മകന് ക്ഷേത്ര ദർശനം നടത്തിക്കൂടാ എന്നില്ലല്ലോ. എന്തുകൊണ്ട് അതൊക്കെ രഹസ്യമാക്കി വെച്ചു? സാധാരണ VIP ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആ വിവരങ്ങൾ പുറത്തു വിടാറുണ്ട്, ദൃശ്യങ്ങൾ എടുക്കാറുണ്ട്. നമ്മളെല്ലാവരും ചാനലുകളിലൂടെ ജനങ്ങളൊക്കെ അതൊക്കെ കാണാറുമുണ്ട്. പക്ഷേ എടുത്ത ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്തിനാണ്? എന്തുകൊണ്ടാണിത് രഹസ്യമാക്കി വെച്ചത്? അപ്പോൾ അവിടെയും നിരീശ്വരവാദത്തിന് മാത്രമല്ല പ്രസക്തി. ഇരുചെവി അറിയരുത്, പാത്തും പതുങ്ങി ഗുരുവായൂരപ്പനെ കാണണം എന്നതല്ലേ അതും ലക്ഷ്യമാക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തന്നെ ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. എന്തായാലും ഒരു വിവാദത്തിനില്ല. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും, അതിപ്പോ ഈശ്വരനെ തൊഴുന്ന കാര്യമായാലും, ഒരു ക്ഷേത്രം സന്ദർശിക്കുന്ന കാര്യമായാലും, സനാതന ധർമ്മത്തെ ആദരിക്കുന്ന കാര്യമായാലും, ഇതൊക്കെ പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണ്. മാറ്റത്തിന്റെ പാതയിലേക്ക് എല്ലാവരും വരട്ടെ, എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കട്ടെ, ജനങ്ങളെല്ലാം ഒന്നായി തന്നെ മുന്നോട്ട് പോകട്ടെ. ജനാധിപത്യം അത് ഓരോരുത്തരുടെ രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ പോലും ജനങ്ങൾ ഒന്നായി ജീവിക്കുന്ന ഒരു സമൂഹം, അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടതും നാം എല്ലാവരും ഒരേ മനസ്സോടെ ആഗ്രഹിക്കേണ്ടതും. ന്യൂസ് ഡെസ്ക് കർമാനസ്.